എല്ലാവർക്കും നമസ്കാരം. കൃഷ്ണം വന്ദേ ഭാഗവത പഠന ക്ലാസ്സിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം അധ്യായം 1 ശ്ലോകം 60 വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത്. ഇന്ന് ശ്ലോകം 61 മുതൽ ആരംഭിക്കുന്നു. ക്ലാസ് നയിക്കുന്നത് ഭാഗവതാചാര്യൻ ഡോക്ടർ PV വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. സാറിനെ ക്ലാസ് എടുക്കുന്നതിന് സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം സാർ. ഓം സഹനൗ ഭവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈവായനോ വിരഹകാതരയ ജുഹാവം പുത്രേതി തന്മയതയാതരവോഭിനേദുസ്തം സർവഭൂതഹൃദയം മുനിമാനുതോസ്മി. സമാദരണീയരുടെ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. ചതുർത്ഥസ്കന്ധം 1-ാം അധ്യായം 59 വരെയാണ് കഴിഞ്ഞ വിഷയത്തിൽ. നമുക്ക് 60-ാമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കാം. ശ്ലോകം 60. തേഭ്യോഗ്നയഫമഭവശ്ചത്വാരിംശ്ച പഞ്ചജാം ത ഏവൈകോ ന പഞ്ചാശദ്ഭാഗം പിതൃപിതാമഹൈഃ. നരനാരായണന്മാരുടെ അവതാരത്തെക്കുറിച്ചാണ് തൊട്ടു മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഭാരതഖണ്ഡത്തിൽ അസുരംശന്മാരായ രാജാക്കന്മാരെ കൊണ്ട് സങ്കടം തീർത്ത് ഭൂമിക്ക് പുഷ്ടി വരുത്താൻ വേണ്ടി ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ ദേവകീപുത്രനായി അവതരിച്ച പോലെ കുന്തിപുത്രനായ അർജുനും ആയി പൂർവാവതാരത്തിൽ അവതരിച്ച നരനാരായണന്മാരുടെ കഥ ആണ് ഇവിടെ സൂചിപ്പിച്ചത്. അതിനുശേഷം ഷജി ഒരു 5 മിനിറ്റ് ഞാനിപ്പോൾ വരാമേ. ഇതങ്ങ് തീർത്ത് നമുക്ക് പിരിക്കാം. ഒരു 5 മിനിറ്റ് ആ ഒരു ചെറിയ ആശംസ പറഞ്ഞിട്ട് ഇപ്പോൾ വരാം. ഉഷാജി നമസ്കാരം. ഞാൻ ഇവിടെയുണ്ട്. എല്ലാവരും ഉണ്ടോ? അതോ വിദേശത്തിൽ എനിക്ക് കേൾക്കില്ല. ഉഷാജി നമസ്കാരം. നമുക്ക് ആരംഭിക്കാം സാർ. ശരി ശരി. തേഭ്യോഗ്നയഫമഭവശ്ചത്വാരിംശ്ച പഞ്ചജാം ത ഏവൈകോ ന പഞ്ചാശദ്ഭാഗം പിതൃപിതാമഹൈ. ദക്ഷന്റെ 16 പുത്രിമാരുടെ പേരും വളരെ വംശമാണ് പറഞ്ഞു കഴിഞ്ഞത്. 14 പുത്രിയായ സ്വാഹയുടെ വംശത്തെക്കുറിച്ച് പറയാൻ തുടങ്ങുകയാണ്. അതാണ് കഴിഞ്ഞ്. സ്വാഹ അഭിമാനിച്ച അഗ്നേഹെ ആത്മജാം സ്ത്രീൻ അജീജനത്. അങ്ങനെ സ്വാഹ എന്ന അഗ്നി അഭിമാന ദേവതയിൽ നിന്ന് 3 പുത്രന്മാരുണ്ടായി. പാവകൻ, പവമാനൻ, ശുചി. 3 പേരും അഗ്നി ഹോമിക്കുന്ന പദാർത്ഥങ്ങൾ ഭുജിക്കുന്നവരുമാണ്, ഹുതഭുക്കുകളാണ്. തേഭ്യോ അഗ്നയഫമഭവശ്ചത്വാരിംശ്ച പഞ്ചച. തേഭ്യ അവരിൽ നിന്നും 40 പഞ്ചച. 40 40, പഞ്ച 5, 40 പഞ്ചച 45 വിധം അഗ്നേഹ അഗ്നികൾ സമഭവൻ ഉണ്ടായി. തേഭ്യോ അഗ്നയഫമഭവൻ 40 പഞ്ചച. ഇവരിൽ നിന്നും, ഈ 3 പേരിൽ നിന്നും 45 വിധത്തിലുള്ള അഗ്നികൾ ഉണ്ടായി. അതിൽ ത ഏവ ഏകോന പഞ്ചാശദ്ഭാഗം പിതൃപിതാമഹേ. പിതൃപിതാമഹൈ ഭാഗം, പിതാമഹന്മാരോട് കൂടെ തേ ഏവ അവർ തന്നെ ഏകോന പഞ്ചാശത് 49 പേരായി. അതായത് പാവക, പവമാന, ശുചികളിൽ നിന്ന് 45 വിധത്തിലുള്ള അഗ്നികളുണ്ടായി. മൂലപിതാവായ അഗ്നിദേവൻ അവരുടെ പിതാമഹനാണ്. അതിനാണ് പാവകൻ, പവമാൻ, ശുചി എന്ന 3 പേർ പിതൃക്കൾ. ഇങ്ങനെ ആകെ 49 പേര്. 45ഉം 4ഉം 49 പേര് ജനിച്ചു എന്ന് സ്വാഹയുടെ വംശജാതന്മാരെ കുറിച്ച് പറഞ്ഞതാണ്. തേഭ്യോഗ്നയഫമഭവശ്ചത്വാരിംശ്ച പഞ്ചചാം തയേവ ഈകോന പഞ്ചാശദ്ഭാഗം പിതൃപിതാമഹൈ.
തേഭ്യഃ ചത്വാരിംശത് പഞ്ചച അഗ്നേഹ ഫമഭവൻ പിതൃപിതാമഹൈ ഭാഗം തേ ഏവ ഏകോനപഞ്ചാശത് തേഭ്യോഗ്നയഃ ഫമഭവംശ്ചത്വാരിംശശ്ച പഞ്ചചാം തയേവ ഏകോനപഞ്ചാശത് ഭാഗം പിതൃപിതാമഹൈ വൈദാനികേ കർമ്മണി എന്നാമഭർബ്രഹ്മവാദിഭിः ആഗ്നേയ ഇഷ്ടയോ യജ്ഞേ നിരൂപ്യന്തേഗ്നയസ്തുതേ. വൈദാനികേ കർമ്മണി, വൈദാനികം വേദത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ മറ്റൊരു വാക്കാണ് വൈദാനികം എന്ന്. വൈദാനികേ കർമ്മണി, കർമ്മണി കർമ്മത്തിൽ, വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മത്തിൽ എന്നുവെച്ചാൽ യജ്ഞങ്ങളിൽ, യത് നാമഭിഹി ബ്രഹ്മവാദിഭിഹി, ബ്രഹ്മവാദികൾ, ബ്രഹ്മശബ്ദത്തിന് ഇവിടെ മന്ത്രം എന്നാണ് അർത്ഥം. ബ്രഹ്മവാദികൾ മന്ത്രം ചൊല്ലുന്നവർ എന്നർത്ഥം. ബ്രഹ്മവാദികളാൽ യത് നാമഭി, യാതൊരു നാമങ്ങൾ കൊണ്ടാണോ ഉച്ചരിക്കുന്നത്, ആഗ്നേയ ഇഷ്ടയോ, അഗ്നികളാകുന്ന ആ ഇഷ്ടികൾ, യജ്ഞങ്ങൾ, നിരൂപ്യന്തേ അഗ്നേയസ്തുതേ, തേ അഗ്നേഹ തു, അവർ അഗ്നികളാകുന്നു എന്നർത്ഥം. അതായത് ഇപ്പോഴീ പറഞ്ഞ 49 വിധത്തിലുള്ള അഗ്നികളെ ലൗകിക അഗ്നിയായിട്ടല്ല പറയുക. പിന്നെ എങ്ങനെയാണ്? അതായത് സ്മാർത്ഥകർമ്മങ്ങളിലോ അല്ലെങ്കിൽ ശ്രൗതകർമ്മങ്ങളിലോ, വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങളോ അല്ലെങ്കിൽ സ്മൃതികളിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങളോ അതിൽ ഉപയോഗിക്കുന്ന മന്ത്രങ്ങളാണ് ഈ ദേവതകൾ. അല്ല ഈ 49 അഗ്നിയുണ്ട് അതെന്തി എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. യജ്ഞത്തിൽ ഉപയോഗിക്കുന്ന മന്ത്രമൂർത്തികളെയാണ് ഈ 49 ദിവസത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് വേദത്തിൻ്റെ കർമ്മകാണ്ഡത്തിൽ യജ്ഞരൂപങ്ങളായ കർമ്മങ്ങളിൽ ഉപയോഗിക്കുന്ന അഗ്നികളുടെ പേരുകളെ ഈ ആചാര്യന്മാർ ഇങ്ങനെ ഉച്ചരിച്ചുകൊണ്ടാണ് യജ്ഞം നടത്തുന്നത്. അതുകൊണ്ട് അവരാണ് മന്ത്രാഗ്നി ദേവതകൾ എന്ന് വിളിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓരോ ഫലങ്ങളെ അതാത് കർമ്മത്തിന് നൽകാനുള്ള അധികാരികൾ ഇവരാണ്, അഗ്നിദേവതകളാണ്. അങ്ങനെയുള്ള അഗ്നിദേവതകളെയാണ് ഇങ്ങനെ 29 പറഞ്ഞിരിക്കുന്നതെന്നർത്ഥം. 59 പറഞ്ഞിരിക്കുന്നത് ഇത് മന്ത്രമൂർത്തികളാണ് ഇവരെല്ലാം. വൈദാനികേ കർമ്മണി എന്നാമഭർബ്രഹ്മവാദിഭി ആഗ്നേയ ഇഷ്ടയോ യജ്ഞേ നിരൂപ്യന്തേഗ്നയസ്തുതേ. വൈദാനികേ യജ്ഞകർമ്മണി എന്നാമഭിः ബ്രഹ്മവാദിഭിः ആഗ്നേയഃ ഇഷ്ടയഃ നിരൂപ്യന്തേ തേ അഗ്നയഃ. വൈദാനികേ കർമ്മണി എന്നാമഭർബ്രഹ്മവാദിഭിः ആഗ്നേയ ഇഷ്ടയോ യജ്ഞേ നിരൂപ്യന്തേഗ്നയസ്തുതേ. വൈദാനികേ കർമ്മണി എന്നാമഭർബ്രഹ്മവാദിഭിः ആഗ്നേയ ഇഷ്ടയോ യജ്ഞേ നിരൂപ്യന്തേഗ്നയസ്തുതേ. അഗ്നിഷ്വാത്ത ബർഹിഷത സൗമ്യാപിതര ആജ്യപാം ഫാഗ്നയോ അനഗ്നയസ്തേഷാം പത്നി ദാക്ഷായണീ സുധാം. അഗ്നിഷ്വാത്താഹാം, അഗ്നിഷ്വാത്തന്മാർ ഈ പിതൃക്കളുടെ 4 സംഘങ്ങളിൽ ഒരു സംഘത്തിൻ്റെ പേരാണ്. ഇനിയും ദക്ഷന്റെ 5ാമത്തെ പുത്രിയായ സ്വഥയുടെ വംശം പറയാം. അഗ്നി ഫാഹിയുടെ വംശം പറഞ്ഞു. ഇനി അടുത്തത് സ്വഥ എന്ന പുത്രിയാണ്. ആ സ്വഥ എന്ന പുത്രിയുടെ, സ്വഥ പിതൃക്കളുടെ പത്നിയാണ്. പിതൃഭ്യസ്വഥ എന്നുച്ചരിച്ചുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ പിണ്ടകർമ്മങ്ങൾ ചെയ്യുന്നത്. കാരണം അത് അതുപോലെ അഗ്നയെ സ്വാഹ എന്ന് പറഞ്ഞുകൊണ്ടാണ് അഗ്നിയിലേക്ക് ഹോമിക്കുന്നത്. അപ്പം ഈ സ്വാഹയും സ്വഥയുമൊക്കെ അഗ്നിയുടെയും പിതൃക്കളുടെയും ശക്തിമത്തായ പത്നി സങ്കല്പത്തിൽ ആവിഷ്കരിച്ചിട്ട് അവരിൽ കൂടിയാണ് ഈ മന്ത്രമൂർത്തികളായ ദേവതകളെ പ്രത്യക്ഷവൽക്കരിക്കുന്നത് എന്ന് നമ്മെ ബോധ്യപ്പെടുത്താൻ വേണ്ടി യക്ഷൻ്റെ പത്നിമാരിൽ 2 പേര് സ്വാഹയെന്നും സ്വഥയുമായി പരിണമിച്ചു. അതിൽ സ്വാഹ അഗ്നിയുടെ ദേവതയായി, സ്വഥ പിതൃക്കളുടെ ദേവതയാണ്. അതുകൊണ്ട് അവർ 4 തരത്തിലുണ്ട്. അഗ്നിഷ്വാത്ത, ബർഹിഷത, ആജ്യപാഹ. അവരിലെ 4 സംഘക്കാരാണ്. ഒന്ന് അഗ്നിഷ്വാത്തന്മാർ, അടുത്തത് ബർഹിഷത്തുകൾ,
പിന്നത്തെ ഫൗമ്യന്മാർ, ആജ്യവന്മാർ എന്നാണ് ഈ ഫംഘങ്ങളുടെ പേരാണ്. പിതൃക്കൾ ഫംഘങ്ങളാണ്. പിതൃദേവതകൾ എന്ന് പറയുന്നത് ഫംഘങ്ങളായ ദേവതകളാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് പിതൃക്കൾ എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ നമ്മുടെ പിതൃക്കളെ മാത്രമേ അറിയൂ. ഇവിടെ അവരെ അല്ല വീക്ഷിക്കുന്നത്. ആ പിതൃക്കൾ ദേവതകളായിട്ട് മാറും. അങ്ങനെയാണ് പിതൃദേവന്മാരാകുന്നത്. അങ്ങനെയുള്ള പിതൃദേവതകളെയാണ് ക്ഷേത്രങ്ങളിൽ നമസ്കാര പൂജയിലൂടെ നമ്മൾ അർച്ചിക്കുന്നത്. നമ്മുടെ മരിച്ചുപോയ പിതൃക്കൾ അല്ല. സാധാരണ ജനങ്ങൾക്ക് അങ്ങനെ ധാരണയുണ്ട്. ഇത് നമ്മുടെ പിതൃക്കളല്ല, കാരണം പിതൃദേവന്മാരാണ്. എല്ലാവിധത്തിലുള്ള സമസ്ത പിതൃക്കൾക്കും ദേവന്മാരായി നിൽക്കുന്ന പിതൃദേവന്മാർ 4 സംഘങ്ങളാണ്. അവരെ ഓരോ സംഘത്തിലും അനേകം ദേവതകളുണ്ട്. ആ പിതൃക്കൾക്ക് സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് അമ്പലങ്ങളിലൊക്കെ നമസ്കാര പൂജ എന്ന് പറഞ്ഞ് ചെയ്യുന്നത്. ഈ പിതൃക്കളെ ഉദ്ദേശിച്ചിട്ടാണ്, ദേവന്മാർക്ക് വേണ്ടി ഉള്ളതാണ് ഈ പൂജകൾ എന്ന് ധരിച്ചാൽ നന്നായത്. അതുകൊണ്ട് അതിൽ ചിലർക്ക് അഗ്നിയിൽ ചില കർമ്മമുണ്ട്. ഈ 4 വിധത്തിലുള്ള പിതൃസംഘങ്ങൾക്ക് അഗ്നിയിലും ചില കർമ്മങ്ങളുണ്ട്, ചിലർക്കില്ല. അതുകൊണ്ട് അഗ്നികർമ്മമുള്ളവരെയാണ് ഫാഗ്നികളെന്നും ഇല്ലാത്തവരെ അനഗ്നികളെന്നും 2ആയിട്ട് വേർതിരിച്ചു. അതുകൊണ്ടാണ് ഫാഗ്നയോ അനഗ്നയ തേഷ. അവരിൽ 2 വിഭാഗക്കാരുണ്ട്. ഈ 4 തരത്തിലുള്ള പിതൃദേവതകളിൽ ഒരു വിഭാഗക്കാർക്ക് അഗ്നിയിൽ കർമ്മമുണ്ട്, അവർ ഫാഗ്നികളാണ്. മറ്റു വിഭാഗക്കാർക്ക് അഗ്നിയിൽ കർമ്മമില്ല, അവർ അനഗ്നികളാണ്. അങ്ങനെ 2 തരത്തിലാണ് ഇവരെ വേർതിരിച്ചിരിക്കുന്നത്. അഗ്നിയിൽ പചിച്ചതായ പുരോടാംശം സ്വീകരിക്കുന്ന പിതൃക്കൾക്ക് അഗ്നിശ്വാത്തന്മാർ എന്നാണ് പേര്. ആദ്യത്തെ അഗ്നിശ്വാത്തന്മാരാണ്. അഗ്നിയിൽ വേവിച്ചെടുത്ത ഹവിഫ്, നമ്മൾ ഉണക്കലരി വേവിച്ച് ചോറാക്കിയിട്ട് പിതൃക്കൾക്ക് അർപ്പിക്കുന്ന പിണ്ടം, അത് സ്വീകരിക്കുന്ന ആ പിതൃദേവതകളെ അഗ്നിശ്വാത്തന്മാർ എന്ന് പറയും. അഗ്നിയിൽ പചിച്ചതായ പുരോടാംശം കവ്യമെന്നോ ഹവിഫെന്നോ ഒക്കെ പറയാം. അത് സ്വീകരിക്കുന്ന പിതൃക്കൾക്കാണ് അഗ്നിശ്വാത്തന്മാരെന്ന് പേര്. പിന്നെ ദൈത്യന്മാർ, ദാനവന്മാർ, യക്ഷന്മാർ, ഇവരുടെ പിതൃക്കൾക്ക് ബർഹിഷത്തുകൾ എന്നാണ് പേര്. ദൈത്യന്മാരുണ്ട്, അസുരന്മാരുണ്ട്, ദാനവന്മാരുണ്ട്, അവരും അസുരന്മാരാണ്, യക്ഷന്മാരുണ്ട്. ഈ 3 വിഭാഗത്തിലുള്ള പ്രജകളുടെ അവരുടെ പിതൃദേവതകൾക്ക് ബർഹിഷത്തുകൾ എന്ന് പേര്. ഇനി അഗ്നിഷ്ടോമാദി കർമ്മങ്ങൾക്ക് സോമപന്മാർ എന്ന് പേരുണ്ട്. അഗ്നിഷ്ടോമം മുതലായ കർമ്മം ചെയ്യുമ്പോൾ സ്വീകരിക്കുന്ന പിതൃക്കൾക്ക് സോമപന്മാർ എന്ന് പേരാണ്. ദശപൗർണമാസാദി കർമ്മദേവതകൾക്ക് ആജ്യവന്മാർ എന്ന് പേരുണ്ട്. ദശപൗർണമാസി എന്ന് പറയുന്ന ചില ഓരോ പൗർണമിക്കും അനുഷ്ഠിക്കേണ്ടുന്ന ചില കർമ്മങ്ങളുണ്ട്. അതിൻ്റെ ഹവിഫ് സ്വീകരിക്കുന്ന ആജ്യവന്മാർ. ഇങ്ങനെയാണ് 4 സംഘങ്ങൾ. ഇവരുടെ എല്ലാ പേരുടെയും കൂടിയായ ഏകപത്നിയാണ് സ്വഥ. സ്വഥയുടെ പുത്രന്മാരാണ് ഇവരൊക്കെ. അഗ്നിശ്വാത്താബർഷിഷത സൗമ്യാപിതര ആജ്യപാം ഫാഗ്നയോ അനഗ്നയസ്തേഷാം പത്നി ദാക്ഷായണീ സ്വഥാം. അഗ്നിശ്വാത്താഹ ബർഹിഷതഃ സൗമ്യാഃ ആജ്യപാഃ പിതരഃ ഫാഗ്നയഃ അനഗ്നയഃ തേഷാം പത്നി ദാക്ഷായണീ സ്വഥ. അഗ്നിശ്വാത്താ ബർഹിഷത സൗമ്യാപിതര ആജ്യപാം ഫാഗ്നയോ അനഗ്നയസ്തേഷാം പത്നി ദാക്ഷായണീ സ്വഥാം. അഗ്നിശ്വാത്താ ബർഹിഷത സൗമ്യാപിതര ആജ്യപാം ഫാഗ്നയോ അനഗ്നയസ്തേഷാം പത്നി ദാക്ഷായണീ സ്വഥാം. തേഭ്യോ ദധാരകന്യേ ദ്വേ വയുനാം ധാരിണീ സ്വഥാം ഉഭേതേ ബ്രഹ്മവാദിന്യൗ ജ്ഞാനവിജ്ഞാനപാരകേ. തേഭ്യ അവരിൽ നിന്നും ദധാര ധരിച്ചു കന്യേ ദ്വേ 2 കന്യകമാർ. അവരിൽ നിന്നും 2 കന്യകമാർ ഉണ്ടായി. അവരെ തേഭ്യോ ദധാര കന്യദ്വേ വയുനാം ധാരിണീം സ്വഥ. അവരിൽ നിന്നും സ്വഥയ്ക്ക് വയുന എന്നും ധാരിണി എന്നുമുള്ള 2 കന്യകമാർ ഉണ്ടായി. സർവ്വപിതൃക്കളുടെയും ശക്തിസ്വരൂപമായ സ്വഥ, ആ സ്വഥ പിതൃക്കളുടെ വീര്യത്തിൽ നിന്നും 2 കന്യകമാരെ ജനിപ്പിച്ചു.
ഒന്ന് വയുന എന്നും മറ്റൊരു ധാരിണി എന്നുമാണ് ഇവർക്ക് പേര്. ഇവർ രണ്ടുപേരും ഇവർ രണ്ടുപേരും ബ്രഹ്മവാദിന്യോ, വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചവരാണ്. ജ്ഞാനവിജ്ഞാനപാരകയും, ജ്ഞാനവിജ്ഞാനത്തിൻ്റെ മറുകര കണ്ടവരുമാണ്. അത്ര വലിയ ജ്ഞാനികളാണ്, വിജ്ഞാനികളാണ്, ബ്രഹ്മജ്ഞാനികളാണ് ഇവർ രണ്ടുപേരും. നമുക്ക് ഒരുപക്ഷെ പരിചയമില്ലാത്ത രണ്ട് ദേവതകളാണ്. വയുന എന്നും ധാരിണി എന്നുമാണ് അവരുടെ പേര്. തേഭ്യോ ദധാരകന്വേദ്വേ വയുനാം ധാരിണീം സ്വധാം ഉഭേദേ ബ്രഹ്മവാദിന്യൗ ജ്ഞാനവിജ്ഞാനപാരകേ. തേഭ്യഃ സ്വധാം വയുനാം ധാരിണീം ദ്വേ കന്യേ ദധാര ഉഭേദേ ബ്രഹ്മവാദിന്യൗ ജ്ഞാനവിജ്ഞാനപാരകേ. തേഭ്യോ ദധാരകന്യേ ദ്വേ വയുനാം ധാരിണീം സ്വധാം ഉഭേദേ ബ്രഹ്മവാദിന്യൗ ജ്ഞാനവിജ്ഞാനപാരകേ. തേഭ്യോ ദധാരകന്യേ ദ്വേ വയുനാം ധാരിണീം സ്വധാം ഉഭേദേ ബ്രഹ്മവാദിന്യൗ ജ്ഞാനവിജ്ഞാനപാരകേ. ഭവഭ്യപത്നീ തു സതീ ഭവം ദേവമനുവ്രതാം ആത്മനഃപദിശം പുത്രം ന ലേഭേ ഗുണശീലതാം. ഭവഭ്യ ശിവന്റെ, ഈ ദക്ഷന്റെ 14ാമത്തെ പുത്രിയാണ് സതി. അത് ഭവഭ്യ പത്നി തു സതി, ഭവനായ പരമശിവന്റെ പത്നിയായ സതി. ഭവം ദേവം അനുവ്രത, ഭവനായ ദേവനെ, ശിവനെ അനുവ്രത, സ്വീകരിച്ചവളാണ്. അപ്പം ദക്ഷന്റെ 16ാമത്തെ പുത്രിയായ സതീദേവി ഭർത്താവായ പരമശിവനെ ബഹുമാനപൂർവ്വം സ്വീകരിച്ചു, ആദരിച്ചു, ശുശ്രൂഷിച്ചു. ഭവഭ്യ പത്നി തു സതീം ഭവം ദേവം അനുവ്രത ആത്മനഃപദിശം പുത്രം നലേഭേ. പരമശിവന് അതേപോലെയുള്ള യോഗ്യനായൊരു പുത്രനെ കിട്ടിയില്ല. ഗുണശീലതാം. ഇതുകൊണ്ടാണ് ഗുണം കൊണ്ടും ശീലം കൊണ്ടും തനിക്ക് ചേർന്ന ഒരു പുത്രനെ സതീദേവിയിൽ ഉണ്ടായില്ല. പരമശിവന് സതീദേവിയിൽ പുത്രന്മാർ ഒന്നും ഉണ്ടായില്ല എന്ന് സാരം. ഭവഭ്യ പത്നി തു സതീ ഭവം ദേവമനുവ്രതാം ആത്മനഃപദിശം പുത്രം ന ലേഭേ ഗുണശീലതാം. ഭവഭ്യ പത്നി സതീ തു ദേവം ഭവം അനുവ്രത ഗുണശീലതഃ ആത്മനഃ പദിശം പുത്രം ന ലേഭേ. ഭവഭ്യ പത്നി തു സതീ ഭവം ദേവമനുവ്രതാം ആത്മനഃപദിശം പുത്രം ന ലേഭേ ഗുണശീലതാം. ഭവഭ്യ പത്നി തു സതീ ഭവം ദേവമനുവ്രതാം ആത്മനഃപദിശം പുത്രം ന ലേഭേ ഗുണശീലതാം. പിതര്യപ്രതിരൂപേ സ്വേ ഭവായാനാഗഫേരുഷാം അപ്രൗഢേവാത്മന ആത്മാനം അജഹാദ്യോഗ സംയുതാം. പിതരി അപ്രതിരൂപേ സ്വേ ഭവായ അനാഗഫേ രുഷാ. പിതരി പിതാവ്, അപ്രതിരൂപേ പ്രതിരൂപൻ അല്ലാതിരുന്നപ്പോൾ, ഇത് പ്രതികൂലം ആകാതിരുന്നപ്പോൾ, പിതരി അപ്രതിരൂപേ സ്വേ ഭവായ അനാഗഫേ രുഷാ. രുഷ കോപം കൊണ്ട്, ഭവായ പരമശിവനായിക്കൊണ്ട്, അനാഗഫേ അപരാധിയല്ലാതിരുന്ന, പാപം ചെയ്യാതിരുന്ന, ആഗഫ പാപം, അനാഗഫ പാപമില്ലാതിരുന്ന, അനാഗഫേ രുഷ കോപത്തോടെ, അപ്രൗഢ ഇവ ആത്മാനം അജഹാദ് യോഗസംയുത. അപ്രൗഢ ഇവ അപ്രൗഢയെപ്പോലെ, അപ്രാപ്തയെപ്പോലെ, കഴിവില്ലാത്തവളെപ്പോലെ, വേണ്ട വിധത്തിലുള്ള ശക്തി സംഭരിക്കാത്തവരെ പോലെ, അപ്രൗഢ ഇവ ആത്മന ആത്മാനം അജഹാത്. തൻ്റെ ആത്മാവ് കൊണ്ട് തൻ്റെ ആത്മാവിനെ തന്നെ അജഹാദ് ഉപേക്ഷിച്ചു. അജഹാദ് ഉപേക്ഷിച്ചു. യോഗസംയുതാം, യോഗസംയുക്തമായ യോഗത്തെ ആശ്രയിച്ചിട്ട്,
ആധ്യാത്മിക യോഗചര്യ ആശ്രയിച്ചിട്ട് സ്വന്തം ആത്മാവ് കൊണ്ട് സ്വന്തം ശരീരത്തെ സതീദേവി ദഹിപ്പിച്ചു കളഞ്ഞു, ഉപേക്ഷിച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് സന്താനം ഉണ്ടാകാതെ പോയത് എന്ന്. ഇത്ര മാത്രമേ അവിടെ കഥയിൽ വിഷയമുള്ളൂ. ഇതാണ് നമ്മൾ ദക്ഷയാഗം എന്നുള്ള പേരിൽ ഒരു വലിയ കഥയായിട്ട് അവതരിപ്പിക്കുന്നത്. അടുത്ത അധ്യായത്തിൽ ദക്ഷയാഗം കഥയെക്കുറിച്ച്. കാരണം ഇത്രയും ആവുമ്പോൾ എന്തുകൊണ്ടാണ് ഈ പരമശിവന് പുത്രനുണ്ടാവാതെ പോയത് സതിയിൽ എന്ന് സൗമ്യശീലനായ ആ പുരുഷന്മാരുടെ ശ്രേഷ്ഠനായ ദക്ഷന് എന്തുകൊണ്ടാണ് വാത്സല്യമുള്ള പുത്രിയോട് ഇത്ര വിരോധം ഉണ്ടാവാൻ കാരണം, എന്തുകൊണ്ടാണ് സതി തൻ്റെ ശരീരത്തെ അവിടെ ഉപേക്ഷിക്കാൻ കാരണം എന്താണ് എന്നിങ്ങനെ ചില ചോദ്യങ്ങൾ ചോദിച്ചതിന് മറുപടിയായിട്ട് അടുത്ത അധ്യായത്തിൽ ദക്ഷയാഗം കഥ വിസ്തരിക്കാം. പിതര്യപ്രതിരൂപേ സ്വേ ഭവായാനാഗഫേരുഷാം അപ്രൗഢേവാത്മനാത്മാനം അജഹാദ്യോഗ സംയുതാം. അനാഗഫേ ഭവായ സ്വേ പിതരി അപ്രതിരൂപേ രുഷാ അപ്രൗഢ ഇവ യോഗസംയുത ആത്മന ആത്മാനം അജഹാത്. പിതര്യപ്രതിരൂപേ സ്വേ ഭവായാനാഗഫേരുഷാം അപ്രൗഢേവാത്മനാത്മാനം അജഹാദ്യോഗ സംയുതാം. പിതര്യപ്രതിരൂപേ സ്വേ ഭവായാനാഗഫേരുഷാം അപ്രൗഢേവാത്മനാത്മാനം അജഹാദ്യോഗ സംയുതാം. പിതര്യപ്രതിരൂപേ സ്വേ ഭവായാനാഗഫേരുഷാം അപ്രൗഢേവാത്മനാത്മാനം അജഹാദ്യോഗ സംയുതാം. അങ്ങനെ സ്വന്തം പിതാവായ ദക്ഷൻ സ്വന്തം ഭർത്താവായ പരമശിവന്റെ നേരെ നിഷ്കാരണമായി പ്രതികൂലമാചരിച്ചു. പിതരി അപ്രതിരൂപേ, ഒരു കാരണവുമില്ലാതെ പ്രതികൂലം ആചരിച്ചപ്പോൾ നല്ല സാമർഥ്യമുള്ള ദീർഘദർശന ശക്തിയുള്ള ഒരുവളെന്ന മട്ടിൽ സതീദേവി സ്വന്തം മനസ്സുകൊണ്ട് ആ യോഗാഗ്നിയിൽ, യാഗാഗ്നിയല്ല യോഗാഗ്നിയിൽ സ്വന്തം ദേഹത്തെ ഉപേക്ഷിച്ചു. ഇത് പലരും യാഗാഗ്നിയിൽ സതി ദേഹം ഉപേക്ഷിച്ചു എന്നൊക്കെ വ്യാഖ്യാനിച്ച് പറയാറുണ്ട്. യാഗാഗ്നിയല്ല, യോഗാഗ്നിയാണ്. തൻ്റെ യോഗശീലത കൊണ്ടുള്ള അഗ്നിയിലാണ്. അതുകൊണ്ട് ദീർഘകാലം ശിവസന്നിധിയിൽ താമസിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് പുത്രനുണ്ടാകാതെ പോയത് എന്ന് കാരണം സൂചിപ്പിച്ചുകൊണ്ട് ആ അധ്യായത്തിൽ ആ ഭാഗം അവിടെ ഉപസംഹരിക്കാം. ഇങ്ങനെ ശ്രീമദ് ഭാഗവതം എന്ന മഹാപുരാണത്തിൽ ചതുർത്ഥസ്കന്ധത്തിൽ ധർമ്മപ്രകടനം എന്ന ഈ 1-ാമത്തെ അധ്യായം ഇവിടെ ഉപസംഹരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് കടക്കാൻ സമയമില്ലെന്ന് മാത്രമല്ല, ഞാനൊരു ഇത്തിരി തിരക്കായതുകൊണ്ട് ഇനി 15 മിനിറ്റേ ഉള്ളൂ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ച് നമുക്കിവിടെ ഉപസംഹരിക്കാം. അടുത്ത അധ്യായം അടുത്ത ദിവസം ആരംഭിക്കാം. നമുക്ക് ഇപ്പം ഇന്ന് ഉപസംഹരിച്ചിട്ട് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.